ഇരമ്യാവിൻ്റെ പ്രവചനം 31 അധ്യായം 17 വാക്യം. നിന്റെ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുണ്ട്. മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം പ്രതീക്ഷകളാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഒരു ദൈവപൈതലിന് ജീവിക്കാൻ ഊർജം നൽകുന്നത് ദൈവത്തിലുള്ള പ്രത്യാശയാണ്. ഈ പ്രത്യാശ നമ്മിൽ വച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ്, അഥവാ നമ്മിൽ പ്രത്യാശയുളവാക്കിയത് ദൈവം തന്നെയാണ്. രാജാവിനെയും ദേവാലയത്തെയും ദേശത്തെയും നഷ്ടമായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന ഇസ്രായേലിന് ദൈവം നൽകിയ പ്രത്യാശ അവരെ സ്വദേശത്തേക്ക് മടക്കി വരുത്തി മഹത്വമുള്ള ദേവാലയവും തൻ്റെ മനസ്സിനിണങ്ങിയ ഇടയനായ രാജാവിനെയും നൽകുമെന്നതായിരുന്നു. പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഈ വാഗ്ദത്തവും അതിലൂടെ പ്രത്യാശയും നൽകിയത്. തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മോട് പുതിയ ഉടമ്പടി ചെയ്തിരിക്കുന്ന ദൈവം ആ ഉടമ്പടിയിൽ അധിഷ്ഠിതമായി നൽകിയിരിക്കുന്ന നിരവധി വാഗ്ദത്തങ്ങളുണ്ട്. അതിൽ നിന്ന് ദൈവം ഒരിക്കലും പിന്മാറുകയില്ല. ഇപ്പോഴത്തെ സ്ഥിതിയെ നോക്കി ഭാവി ഇരുളടയുമെന്ന് നിരാശപ്പെടരുത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് പ്രത്യാശയുള്ളിടത്തോളം നമ്മെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. രോഗദുരിതങ്ങളോ ഭൗതിക സൗകര്യങ്ങളോ ഒന്നും നമ്മെ തളർത്തുകയില്ല. ദൈവവചനത്തിലെ വാഗ്ദത്തങ്ങൾ അഖിലവും നമുക്കുള്ളതാണ്. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റി നമ്മെ അനുഗ്രഹിക്കും. നമ്മെക്കുറിച്ച് നമുക്ക് തന്നെ വ്യക്തമായ പദ്ധതികളില്ലെങ്കിൽ കൂടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് ശ്രേഷ്ഠവും വ്യക്തവുമായ പദ്ധതികളുണ്ട്. അതിൽ ആശ്രയിക്കാം. ദൈവം അനുവദിക്കാതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഈ പ്രത്യാശ നമ്മെ നിരന്തരം വഴി നടത്തട്ടെ. നമ്മുടെ ഭാവി ദൈവം കരുതിക്കൊള്ളും. അത് ദൈവകരങ്ങളിൽ സുഭദ്രമാണ്. ദൈവം നിങ്ങളെ അധികം അനുഗ്രഹിക്കട്ടെ.